ഓരോരുത്തരുടെ പേരായിട്ട് എന്തെങ്കിലും കാണാൻ സഹായിക്കുന്നതിന് ദൈവം ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു. വചനമായിട്ട് എല്ലാവരുടെ ഇടയിൽ ഒന്നുകൂടി വന്ന് നിൽക്കാൻ ദൈവം തരുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. ഇന്ന് എനിക്ക് സഹായം വേണം. കുറച്ച് വാക്യങ്ങൾ ഞാൻ അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ സാധാരണ ഞാൻ ട്രൈ ചെയ്യും ഒരു പാസേജ് എടുത്ത് അതിൽ നിന്ന് തന്നെ നിൽക്കാന്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മലയാളത്തിൽ അതെടുത്തൊന്ന് വായിച്ചു തരണം എനിക്ക്. വായിക്കുന്നവര് ഉറക്കെ വായിക്കണം. പിന്നെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തി നിർത്തി വായിക്കണം. നിങ്ങളുടെ കഴിവ് കുറവില്ലാതെ കാരണം എന്റെ കഴിവ് കുറവാണ്, എനിക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് വാക്കുകൾ കിട്ടാൻ വേണ്ടി. അപ്പം ഒന്ന് നിർത്തി നിർത്തി വായിച്ചു തരണം. അങ്ങനെ ഒരു ഹെൽപ്പ് വേണം എനിക്ക്. അപ്പം തുടങ്ങാം നമുക്ക്. സങ്കീർത്തനം 92 വേഴ്സ് നമ്പർ 92 വേഴ്സ് 12 to 14 വായിക്കാനാണോ? നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. വാർദ്ധക്യത്തിലും ഞങ്ങളുടെയൊക്കെ കാര്യമാണ്. സ്തോത്രം. ഞങ്ങളെ Psalms 52:8 കൂടെ. Psalms 52:8 സങ്കീർത്തനം 52:8. മറ്റാരേലും വായര്. ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലൂറ്റം പോലെ ആകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. നീ അത് ചെയ്തുകൊണ്ട് നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുൻപാകെ അത് നല്ലതല്ലോ. സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തോത്രം പപ്പ. സ്തോത്രം പപ്പ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നിരിക്കാനും വചനമെടുത്ത് ധ്യാനിക്കാനും ഒക്കെ തരുന്ന അവസരത്തിന് സ്തോത്രം കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ഇപ്പൊ ആയിട്ടുണ്ടോ എന്ന് കർത്താവെ അങ്ങ് മാത്രം അറിയുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരിലും കർത്താവെ വേണ്ടിയ രൂപാന്തരം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ആകേണ്ടിയ പോലെ ആകാനും കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പല രീതിയിലുള്ള ക്ലേശങ്ങളും സങ്കടങ്ങളും കർത്താവെ ക്ലേശങ്ങളും കടന്നു പോകുന്നവരപ്പ. കർത്താവെ, ഇന്ന് ഈ സമയത്ത് ഇരിക്കുമ്പോഴും കർത്താവെ മനസ്സിൽ കടന്നു പോകുന്ന ചിന്തകളും ആദികളും വ്യാധികളെല്ലാം അങ്ങ് അറിയുന്നു അപ്പ. എല്ലാത്തിനെയും ഒന്ന് ശാന്തമാക്കി വചനത്തിൽ മനസ്സിൽ കേന്ദ്രിക്കാനും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളുടെ ചെവികളും ഞങ്ങളുടെ കർത്താവെ മനസ്സും വചനത്തിലായിരിക്കാനും ഒന്ന് ബലപ്പെടാനും ഒന്ന് കർത്താവെ അങ്ങയിൽ ആശ്രയിച്ച് സ്ട്രോങ് ആയി തീരാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വന്ന പോലല്ല അപ്പ, ബലം പ്രാപിച്ച് കർത്താവെ മടങ്ങിപ്പോവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബലഹീനനാപ്പ, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. വചനം സംസാരിക്കുമ്പം പപ്പ എന്റെ വായിൽ എന്റെ ബുദ്ധിയോ എന്റെ വിവേകമോ ഒന്നും അല്ല അപ്പ, അങ്ങ് മാത്രം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ കൃപ ചെയ്യണമേ. കുറവുകളും കുറ്റങ്ങളും ഒന്നും കണക്കിടല്ലേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഈ വായിച്ച 2 സങ്കീർത്തനത്തിലും സങ്കീർത്തനം 52 ആണെങ്കിൽ ദാവീദാ പറയുന്നത്. ദാവീദ് എഴുതിയ സങ്കീർത്തനം 52. അതിനകത്ത് ദാവീദ് പറയുന്നു, ഞാന് ദൈവത്തിന്റെ വീട്ടില് തഴച്ചു വീഴുന്ന ഒലിവ് മരം അല്ലെ, തഴച്ചു വളർന്ന ഒലിവ് മരം പോലെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതുന്നത് നമ്മൾ വായിച്ചു. സങ്കീർത്തനം 92 നമ്മൾ വായിച്ചത് നീതിമാന്മാരെങ്ങനെയുള്ളവരാ, അവരും ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നു നല്ല ഫ്ലറിഷ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അവിടെ അവര് ഭയങ്കര സ്ട്രോങ് ആ, വയസ്സായാലും ഫലം കായ്ക്കുന്നു, പച്ചയോടെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നു അല്ലെ. ഇത് ഈ സാം 92 ആരാ എഴുതിയെന്ന ക്ലാരിറ്റി ഇല്ല. എന്നാലും നീതിമാനെ കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ സംഭവമാണ്, സത്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കും, നമ്മളെ അവിടെ വെച്ച് നോക്കണം നമ്മുടെ ഭാഗ്യാവസ്ഥ എത്രത്തോളം
ഭംഗിയാ. ദൈവം നമ്മളെ എല്ലാരെയും ദൈവത്തിന്റെ ആലയത്തിൽ പ്ലാൻ ചെയ്തേക്കുക അല്ലെ. ആ പ്ലാൻ ചെയ്തേക്കുന്നിടത്ത് എത്ര മനോഹരമായി ദൈവം നമ്മളെ നിർത്തുന്നെന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇത് കൂടാതെ പൗലോസ് അപ്പോസ്തലൻ റോമറുടെ പുസ്തകത്തില് വേറെ ഒരു രീതിയിലും വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. റോമർ 11 റോമറുടെ അധ്യായം 11 17 to 24 ആർക്കെങ്കിലും വായിക്കാം. അവിടെ നമ്മളെ ഒരു രീതിയിൽ വിളിക്കുന്നുണ്ട്. ഫുൾ കേൾക്കുന്നില്ല, ബ്രേക്ക് ആയി പോകുന്നു. ബ്രേക്ക് ആവാന്നോ? മേഴ്സിയുടെ നെറ്റിന്റെ കുഴപ്പമായിരിക്കും. ഞങ്ങൾക്ക് കേൾക്കാം ആന്റി. ഞങ്ങള് മേഴ്സിയുടെ നെറ്റ് എന്തെങ്കിലും ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂ ആന്റിക്ക് ചിലപ്പോ ഓക്കെ, ഞാനും വായിക്കാം. അപ്പം പിന്നെ ആന്റിക്ക് കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കാം. കേക്കാം, പറഞ്ഞാ മതി മേള, ഞങ്ങള് വായിക്കാം. ഓക്കെ, അപ്പൊ റോമറുടെ അധ്യായം 11 17 to 24. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെ എത്രയെ ചുമക്കുന്നുവെന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞ് എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. അവിടെ എന്താ പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങള് ജെന്റൈൽസിനോട് പറയുക, അന്യജാതിന്ന് ദൈവത്തെ അറിഞ്ഞു വന്നവരോട് പറയുക, ഇസ്രായേൽ ജനം എന്ന കൂട്ടരെ പറിച്ചു മാറ്റി. ബിക്കോസ് അവർ വിശ്വസിച്ചില്ല. അതിന്റെ പകരം വൈൽഡ് ബ്രാഞ്ചായ നിങ്ങളെ ദൈവം അവിടെ പറ്റിച്ചേർത്തേക്കുക, ആ മരത്തിൽ ഒട്ടിച്ചു ചേർത്തേക്കുക. നമ്മൾ ആരും അപ്പൊ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഞാൻ ഒരു വലിയ ഭയങ്കര ക്രിസ്ത്യാനിയാ, ഞാൻ അങ്ങനെ എങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ അവിടെ ആക്കിയ കാരണം നമ്മൾ അവിടെ അയക്കുന്നത്, അല്ലാതെ നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമോ ഒന്നുമല്ല. അപ്പൊ അവിടെ പറയുന്നത്, റോമർ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങള് ഒലിവ് ട്രീയിൽ തന്നെ വെച്ചേക്കുക, പക്ഷെ നിങ്ങളെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുക. ഇങ്ങനെ കളഞ്ഞ് നിങ്ങളെ അവിടെ ഒട്ടിച്ച് നിങ്ങൾ വിശ്വസിച്ച കാരണം നിങ്ങളെ വെച്ചു. പിന്നെ അവിടെ പറയുന്നത്, നിങ്ങൾ ഭയക്കണം. കുറച്ചുകൂടി മുന്നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ അവിടെ വായിക്കും, റിയൽ ബ്രാഞ്ചസിനെ അവർ വിശ്വസിക്കാത്തപ്പോ പൊട്ടിച്ചു കളഞ്ഞെങ്കിൽ നിങ്ങൾ ഭയന്ന് വേണം ജീവിക്കാൻ. എന്താ, നിങ്ങൾ അങ്ങനെ അനുസരണക്കേടോ അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് പോയാൽ മാറ്റിപ്പോവാൻ ദൈവത്തിന് സമയം വേണ്ട. സോ നമ്മളെ വെച്ചേക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഒരു ഭാഗ്യാവസ്ഥയാണ്. അത് നമുക്ക് പൂർണ്ണ ബോധമുണ്ട്. ആ പൂർണ്ണ ബോധമുണ്ട്. നമ്മളെ ദൈവം ഇവിടെ നമ്മൾ വായിച്ചു, ദൈവത്തിന്റെ ആലയത്തിൽ നല്ല പുഷ്ടിയോട് വളരാനൊക്കെ വെച്ചേക്കുക. നമ്മളെല്ലാരും വളരുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം നമ്മളെ നോക്കുവാണെങ്കിൽ നമ്മളെല്ലാരും വളരുന്നുണ്ട്. ദാവീദ് ഏറ്റു പറയുന്നു, ഞാൻ തന്നെ ഒലിവ് മരം പോലും ഫ്ലറിഷ് ആവുക, ഞാൻ തഴച്ചു വളരുക. ഇങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ തന്നെ ചോദിക്കേണ്ട കാര്യം, നമ്മള് തളർച്ചു വളർന്നുണ്ടോ? ഓക്കെ, ബിക്കോസ് നമ്മുടെ ലൈഫിനെ നോക്കിയാൽ എന്തൊക്കെ സ്ട്രഗിളിൽ കൂടാ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ന്യൂസ് ആണെങ്കിലും നമ്മൾ വേൾഡിലെ കാര്യം എന്ത് നോക്കിയാലും നമുക്ക് എന്തോ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ആ നമ്മളെ ഭീതിപ്പെടുത്തുന്നു. നമുക്ക് തന്നേക്കുന്ന ഉത്തരവാദിത്വം തന്നെ നമുക്ക് ചെയ്യാൻ ഭയം വരും. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഭാരം, നമ്മുടെ ജോലി സ്ഥലത്തുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഭയം, നമുക്ക് പല രീതിയിലുള്ള ആകുലതകൾ, പല രീതിയിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും, പലതാവാതെ നമ്മുടെ പല സ്വപ്നങ്ങളും നടക്കുന്നില്ല, അതിനുള്ള ഇത് നമുക്ക് ജോലി കിട്ടുന്നില്ല, അതിനുള്ള ഭാരം, നമ്മൾ വേണ്ടിയ പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല. ഈ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അസുഖങ്ങളാൽ ഓരോ ട്രീറ്റ്മെന്റ് കാരണം ഉണ്ടാവുന്ന നമുക്കുള്ള പ്രയാസങ്ങൾ, അതിന്റെ സൈഡ് എഫക്ട്സുകൾ, ഇതിലെല്ലാം നമ്മൾ വലയപ്പെട്ട്, ശത്രു നമ്മളെ വലയപ്പെട്ടിരിക്കുമ്പം ഇതിന്റെ ഇടയിൽ നമ്മൾ വളരുന്നുണ്ടോ? സ്പിരിച്വലി നമുക്ക് വളരാൻ പറ്റുന്നുണ്ടോ എന്നാ ഇന്നത്തെ ഒരു ചിന്ത. 2 തിമോത്തി 3:2 തൊട്ട് 5 വരെ. 2 തിമോത്തി
3:2-5. ഇവിടെ പല ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ദൈവം അവിടെ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നും കൂടി ചിന്തിച്ചുകൊണ്ട് ഓരോന്ന് വായിക്കാം. 2 തിമോത്തി 3:2-5, 2-5 വരെ. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏക്ഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. അപ്പൊ അവിടെ വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് നമ്മളിപ്പം ലോകത്തിലേക്ക് നോക്കിയാൽ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതിനകത്ത് നമ്മൾ ലോകത്തെ മാത്രം നോക്കണ്ട, പലതും നമ്മുടെ ഭവനത്തിൽ തന്നെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് അനുസരണക്കേട് കാണിക്കുന്ന കാണാം. ആ മാതാപിതാക്കൾ തന്നെ മക്കളോട് പെരുമാറുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ നമ്മൾ ലാസ്റ്റിൽ വായിച്ചത് ഭയങ്കര ഷോ ഓഫ് ഭയങ്കര ഭക്തിയുള്ള എന്ന് കാണിക്കും. പക്ഷെ ദൈവത്തിന്റെ ശക്തിയെ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ല. നമ്മൾ മരുന്നിന്റെ ശക്തിയെ പുകഴ്ത്തി പറയും, പക്ഷെ ദൈവത്തിന്റെ ശക്തി എവിടെയെന്ന് ചോദിച്ചാല് നമുക്ക് അത് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ വായി തുറന്ന് പറയുന്നുണ്ടായിരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം അറിയുന്നിടത്ത് ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണിക്കുന്ന നിങ്ങളിൽ വളർച്ച എത്രയായി. നമ്മൾ ക്രിസ്ത്യാനികളായി ദൈവത്തെ യേശുവിനെ എപ്പം വിശ്വസിച്ച് ചിലർ 1 വർഷമായിരിക്കും ശരിക്കും യേശുവിനെ അറിഞ്ഞിരിക്കുന്നത്. ചിലർ ചിലപ്പോൾ 2 വർഷമായിട്ടുണ്ടായിരിക്കും യേശുവിനെ ശരിക്കും അറിഞ്ഞിട്ടുള്ളവര്. ചിലർ ചിലപ്പോൾ 3 വർഷം, ചിലർ ചിലപ്പോൾ 10, ചിലർ പറയും 15, ഞാൻ 30 വർഷം മുമ്പ് തൊട്ട്. അങ്ങനെ വർഷങ്ങളുടെ കണക്ക് നമ്മുടെ കയ്യിലുള്ളപ്പം നമ്മൾ എത്ര വളർന്നു? നമ്മൾ തഴച്ചാന്ന് വളരുന്നേ. നമ്മുടെ ഈ ബോഡിയിൽ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ക്ഷീണിതർ ആയി ഉണ്ടായിരിക്കും, രോഗത്തിന്റെ അവസ്ഥയും പല രീതിയിൽ. പക്ഷെ ആത്മീയ ലെവലില് നമ്മൾ വളരുന്നുണ്ടോ? ആത്മീയ ലെവലിൽ നമ്മൾ പുഷ്ടി പ്രാപിച്ചിട്ടുണ്ടോ? നമ്മളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടി പറയുന്നു. 1 കൊരിന്ത്യർ 3:1-3. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്നതുപോലെയല്ല, ജഡീകരോട് എന്നതുപോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്നതുപോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? അവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെന്ന് പറയുവാണെങ്കിലും നമ്മളെല്ലാരെയും ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് വന്ന് ശരിക്കുള്ള ഒറിജിനൽ മെസ്സേജിന്റെ ആഴങ്ങൾ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ ഇപ്പോഴും കുടിക്കുന്നത് കുഞ്ഞുങ്ങളുടെ പാല. ഈ കുഞ്ഞുങ്ങളുടെ പാലിന്റെ ലെവലില്ല, സോളിഡ് ഫുഡ് കഴിക്കാറായിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കുശുമ്പുണ്ട്, ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് നിങ്ങളുടെ പ്രവൃത്തി. ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വളർച്ചയുള്ള വളർച്ചയുള്ളവരായിട്ട് മെച്യൂറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അടുത്ത് വരുമ്പോ ഇപ്പോഴും ഞങ്ങൾ എങ്ങനെ ഇടപെടുന്നേ? ശിശുക്കളോട് എങ്ങനെയാണോ ഇടപെടുന്നേ അതേപോലെ ഇടപെടുന്നു. അപ്പൊ നമ്മുടെ വളർച്ച എവിടെ ഇരിക്കുന്നു?
നമ്മുടെ ഉള്ളുങ്ങൾ നമുക്കല്ലേ അറിയത്തുള്ളൂ. നമുക്ക് കുശുമ്പ് മറ്റുള്ളവരോട് തോന്നാറുണ്ടോ? ദേഷ്യം തോന്നാറുണ്ടോ? ആ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാ, എന്റെ മക്കൾ ഇങ്ങനെ, ഇതൊന്നുമല്ല. നമ്മൾ സ്വന്തത്തിനെ കുറിച്ച് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുക, എന്നിൽ ഇതൊക്കെ ഉണ്ടോ? അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വളരേണ്ടിയ പോലെ വളർന്നിട്ടില്ല, ഞാൻ ആകേണ്ടിയ പോലെ ആയിട്ടില്ല. അത് ദൈവം നമ്മളെ കാണിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഴുതിപ്പെടുന്നതും പിന്നെ തർക്കമുള്ള ഒരു ഭാഗം എബ്രായരുടെ പുസ്തകം 5:11 തൊട്ട് 11-14. Hebrews 5:11-14. എബ്രായർ 5:11 തൊട്ട് 14 വരെ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളുടെ തിരിച്ചറിവുകൾ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അവിടെ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെ ബിഹേവ് ചെയ്യുന്നു. വളർച്ച ഉള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശരിയും തെറ്റിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാവും. ഇപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ എല്ലാം മിക്സ്ഡാ. ശരിയും തെറ്റും, തെറ്റും ശരിയും എല്ലാം മിക്സ്ഡ് ആക്കി ഇട്ടേക്കുക. ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാല് അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചാ ശരിയും തെറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ദൈവസന്നിധിയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ എന്ന് പറയാൻ നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട്? ദൈവസന്നിധിയിൽ അത് ശരിയാണെന്ന് പറയാൻ, മറ്റുള്ളവരുടെ മുന്നേ അത് ശരിയാണെന്ന് പറയാൻ നമ്മുടെ നാവ് എത്രത്തോളം പൊങ്ങുന്നുണ്ട്? അത് പൊങ്ങാത്തപ്പം അത് കാണിക്കുന്നത് നമ്മളിൽ വളർച്ച വേണ്ടിയ പോലെ ആയിട്ടില്ല. അപ്പം നമ്മൾ ഇപ്പോഴും ശിശുക്കളെ പോലെ വിശ്വാസത്തിന് വേണ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി, വിശ്വാസം എന്താ പറയുന്നത്, കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് വേണ്ടി, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ദൈവത്തിനെ അപ്രോച്ച് ചെയ്യുന്നു. അതൊക്കെ ആ ശിശു ലെവലിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നു. വളർച്ച പ്രാപിച്ചോ? വളർച്ച പ്രാപിക്കുമ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള നമ്മൾ ചിന്തിക്കണം. എൻ്റെ കുഞ്ഞ്, നമ്മൾ ഓരോ കാര്യങ്ങളിലും ഒരു വളർച്ചയുടെ ലെവലുണ്ട്. നമ്മുടെ മോൾ മേ ബി ഒരു എത്രയാ 1 year ഓർ മേ ബി അതിനേക്കാൾ ലെസ്. പിള്ളേർ എപ്പോഴാണ് നടക്കാൻ ആവുന്നേ എനിക്കത് പറയാൻ അറിയത്തില്ല. എനിക്ക് മോളുണ്ട്, എന്നാലും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അവർക്ക് എന്തോ വയ്യായ്ക വന്നിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം നടക്കാൻ തുടങ്ങിയിട്ടില്ല ആള്. അപ്പം പീഡിയാട്രീഷ്യന്റെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ പോയി അവിടെ പീഡിയാട്രീഷ്യന്റെ റൂമിൽ ഒരു ചാർട്ട് വെച്ചിട്ടുണ്ട്. ഇത്ര ഏജില് കൊച്ചിണീറ്റ് നിൽക്കണം, ഇത്ര സമയമാകുമ്പം നടക്കാൻ തുടങ്ങണം, ഇത്ര സമയമാകുമ്പോൾ ഓരോ ലെവലിന്റെ ഓരോ വളർച്ചയുടെ ടേബിൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം കൊച്ചിനെ കാണിച്ചു, കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോ ആ കൊച്ചു നടക്കുന്നില്ലെന്ന് നമ്മൾ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ആ ഡോക്ടർ ഉള്ള ഫയറിങ് മൊത്തം ഞങ്ങൾക്ക് തന്നു. നിങ്ങൾ കാരണം കൊച്ചു നടക്കാത്തെ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറയാനുള്ളത് ഒന്നും ഇല്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ കേട്ട് ഇരുന്നു, നാണിച്ച് ചമ്മി എന്നൊക്കെ പറയാം. അപ്പൊ ഈ കുഞ്ഞാണെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ. ഇതെല്ലാം കേട്ട് ഞങ്ങള് പാർക്കിൽ കൊണ്ടുപോകണം, അവളെ അങ്ങനെ നടത്തി നോക്കണം, ഇങ്ങനെ നടത്തണം, അവള് നടക്കണം, അവളുടെ വണ്ണം കുറയ്ക്കണം, വണ്ണം കാരണമായിരിക്കും നടക്കാത്ത എന്നൊക്കെ പറഞ്ഞ് കുറേ ഞങ്ങൾ പറയാനൊന്നും ഇല്ല ബാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് താഴോട്ടൊന്ന് വെച്ചതായിരുന്നു. അവള് തന്നെ എണീച്ച് നടന്നു. അത് അന്നേരം ഞാനിപ്പോഴും അവളോട് പറയും, അത്രയും കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമായിരുന്നു, കുറച്ച് മുമ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നേന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങൾ പോലും ഓരോ ഘട്ടങ്ങളിൽ വളർച്ചയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം അല്ലെ. നമ്മളെ കുഞ്ഞുങ്ങളെ ഓരോ ലെവലിലെ നമ്മൾ ആസ്വദിക്കുമ്പം, കുഞ്ഞുങ്ങൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ ഓരോ കുസൃതി പോലും എൻജോയ് ചെയ്ത് ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതേ സമയത്ത് ഒരു പ്രായം കഴിഞ്ഞിട്ട് അതേ ലെവലിൽ ആ കുഞ്ഞ് നിൽക്കുവാണെങ്കിലോ, അന്നേരം നമ്മുടെ സന്തോഷമായിരിക്കുമോ, അതോ അതൊരു വറിയിലോട്ട് മാറുമോ? അപ്പൊ നമുക്കൊരു വറി ഉണ്ടാവും അല്ലെ. ഈ കുഞ്ഞെന്താ ഇത്രയും വയസ്സായിട്ടും എന്താ ഒരു
വേണ്ടിയ പോലത്തെ വളർച്ച വരാത്തെ. അപ്പൊ നമ്മൾ പിന്നെ ഡോക്ടേഴ്സിനെ ഒക്കെ അപ്രോച്ച് ചെയ്യും, ഇതിന് എന്താ പ്രശ്നം, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോകും. അപ്പൊ നമുക്കുണ്ടായ കുഞ്ഞിനെ കുറിച്ച് ഇത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരെ എവിടെയാ ദൈവം നട്ടേക്കുന്നേ? സ്വന്തം ഭവനത്തിൽ, സ്വന്തം ആലയത്തിൽ, സ്വന്തം ഒലിവ് ട്രീയിൽ വെക്കുമ്പം നമ്മളുടെ വളർച്ചയെ കുറിച്ച് ദൈവത്തിന് എന്തോരം കൺസേൺ ഉണ്ടായിരിക്കും. ദൈവത്തിന് നമ്മുടെ വളർച്ചയെ കുറിച്ച് എന്തൊരു കൺസേൺ ഉണ്ട്. ഞാൻ ഇന്ന് 10 ഉടുപ്പ് ഇട്ടോണ്ട് വന്നു എന്നല്ല ദൈവത്തിന്റെ കൺസേൺ. ദൈവത്തിന്റെ കൺസേൺ ഞാൻ ആത്മീയ തലത്തിൽ എത്രത്തോളം വളർന്നു, മറ്റൊരുവനെ ക്ഷമിക്കാൻ പറഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ, മറ്റൊരുവന് വേണ്ടി ഞാൻ കണ്ണുനീരൊരുക്കാൻ പറഞ്ഞാൽ കണ്ണുനീരൊരുക്കാൻ പറ്റുന്നുണ്ടോ, എന്റെ ഒരു നേരം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ. അങ്ങനത്തെ പല പല ഘട്ടങ്ങൾ ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക് വേണ്ടി. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വളരേണ്ടിയ പോലെ ഞാൻ വളർന്നിട്ടില്ല, ഇനിയും എനിക്ക് വളരാനുണ്ട്. അതേപോലെ ഈ വചനം, ഏത് വചനം പറയണം എന്ന് ചിന്തിച്ചപ്പം ഏറ്റവും എന്നെ ഇത് ചെയ്തത്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെടിയുണ്ട്, മണി പ്ലാന്റ്. മമ്മി കറാമയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം മമ്മിയുടെ അവിടുന്ന് അവരുടെ വീട്ടിൽ ഭയങ്കര തഴച്ചങ്ങ് വളരുവാ. എല്ലാ ദിവസവും പോയാൽ അതിനകത്ത് പുതിയ ഇലകളാ. അങ്ങനത്തെ ഒരു മണി പ്ലാന്റിൽ നിന്ന് കുറച്ച് ഇലകൾ കൊണ്ടുവന്ന് മമ്മി ഇവിടെ വെച്ചു. ഞാൻ വിചാരിച്ചു ഇനി ഇത് ഇവിടെ വളരും. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നോക്കുമ്പോ ഇത് അന്ന് വന്ന ലെവലിൽ നിന്ന് ഇതുവരെ ഒരു അഡീഷണൽ ഇല ഉള്ളതിന്ന് പൊഴിഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. അഡീഷണൽ ഇലയൊന്നും അന്ന് ഞാൻ കണ്ടില്ല. അപ്പം എന്റെ മനസ്സിൽ ഇതെന്താ വളരാത്തെ? എന്റെ വീട്ടിൽ വന്നേക്കുന്ന ആ ചെടീനെ കുറിച്ചുള്ള എന്റെ വറി. അപ്പം തമ്പുരാന്റെ മനസ്സില് ഉണ്ടാവുന്ന വഴി എത്രത്തോളം ആയിരിക്കും ഇവർ വളരേണ്ടിയ പോലെ വളരാത്ത. അത് കാരണം ആ പൗലോസ് അപ്പോസ്തലന്മാർ നമ്മളെ കുത്തിക്കൊണ്ട് തന്നെ, കൊരിന്ത്യ സഭയാണെങ്കിൽ എബ്രായർ സഭ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇതിനേക്കാൾ വലുതാണ് എന്നാൽ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെ ചിന്തിക്കുന്നു, ഇപ്പോഴും നിങ്ങൾ ശിശുക്കളുടെ ലെവലായിരിക്കുന്നു. ഇതിന്ന് നിങ്ങൾ വളരണം, ഇതിന്ന് നിങ്ങൾ പറന്നുയരണം. ബിക്കോസ് നിങ്ങളെ നട്ടേക്കുന്ന ഫ്ലറിഷ് ആവാൻ വേണ്ടിയാ. വാർദ്ധക്യത്തെ അവസ്ഥയിലെത്തിയാലും എത്ര ക്ഷീണിത അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ തളർച്ച് വളരണം. നിങ്ങളുടെ ഇലകളൊന്നും വാടാൻ പാടില്ല. ആ ലെവലിൽ നിങ്ങൾ എത്തണം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ സ്വപ്നങ്ങൾ എന്തോരം വലുതാ. അത് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിൽ എന്തോ അഭാരം, നമ്മളെ എന്താ പറയുന്നത്, ചുറ്റിനും നടക്കുന്ന സംഘർഷ അവസ്ഥ, ഓരോ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയിരിക്കാം, മറ്റൊരു കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ വന്നു പോയതായിരിക്കും, നമ്മളെല്ലാം ദുഃഖിതരാക്കുന്നു, നമ്മളെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തുന്നു, നമ്മൾ ഭയക്കുന്നു, നാളെ എന്തോ ആയി തീരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അമ്മ പ്രാർത്ഥിച്ച പോലെ ഡ്രഗ്സ് അഡിക്ഷൻസ്, ഓരോരോ തെറ്റുകള്, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തോ ആയിത്തീരുമെന്നൊക്കെ നമ്മൾ ഭയക്കുന്നു. ഇതിന്റെ ഇടയിൽ ജോലി സാധ്യതകൾ കുറവാകുന്നു, ഇതിന്റെ ഇടയിൽ ജോലി കിട്ടുമോ, പഠിക്കേണ്ടിടത്ത് പഠിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും ഈ നെറ്റും ഇതിനകത്ത് അഡിക്ഷൻ ആയിട്ട് ഇരിക്കുന്നു. ഇതെല്ലാം നമ്മളിങ്ങനെ പറയുമ്പോഴും നമ്മുടെ മനസ്സ് എത്രത്തോളം അതിന് ചിന്തിക്കുന്നു. പക്ഷെ നമ്മളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാൻ ഇതിന്റെ ഇടയിൽ, ഇതെല്ലാം ശരിയായിരിക്കും, പക്ഷെ ഇതിന്റെ ഇടയിൽ എനിക്ക് വളരാൻ പറ്റുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ വളർന്നിട്ടുണ്ടോ? ബിക്കോസ് ഞാൻ വളർന്നിട്ടില്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടും വളരാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ മമ്മി തന്ന ആ ചെടി കൊണ്ടുവന്ന് വെച്ചു, പക്ഷെ അതിനകത്ത് എത്രത്തോളം കെയർ എടുക്കുന്നുണ്ട്, അതിന് വേണ്ടി വെയിൽ ഞാൻ കുടിപ്പിക്കാൻ ഇടയാവുന്നുണ്ടോ, അതിനുള്ള സമയം ഞാൻ കണ്ടെത്തുന്നുണ്ടോ, അതൊന്നും ഞാൻ കണക്ക് കൂട്ടാതെ അതിന്റെ വളർച്ച എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ആ ഡോക്ടർ എന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞെന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ അതിനകത്ത് ശരിക്കും ആ ഡോക്ടർ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞ് ഇന്ന പ്രായം കൊണ്ട് നടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അവർക്ക് ആ ഒരു കെയർ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു എന്താ പറയുന്നത് ട്രെയിനിങ് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, ചിലപ്പോൾ അല്ല ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാത്ത സ്ഥിതിയിൽ വളർച്ചനെ കുറിച്ച് ഞാൻ സങ്കടപ്പെടാൻ എനിക്ക് അവകാശമുണ്ടോ? എന്നാ പിതാവ് എന്നെ നട്ടെടുത്ത് ചുമ്മാ ഇരിക്കുവല്ല,
ഐസായ 27 എടുക്കാം. യെശയ്യാ 27. രണ്ട് തൊട്ട് വായിക്കാമേ. അന്ന് നിങ്ങൾ വായിച്ചോ. അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ട് പാടുകയും, യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ക്രോധം എനിക്കില്ല, യുദ്ധത്തിൽ പറക്കാരെയും മുൾപ്പടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതെ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. അവിടെ ദൈവം പറയുന്നത്, ദൈവം വെച്ചേക്കുന്ന മുന്തിരിത്തോട്ടത്തിന് ദൈവം എന്തൊക്കെ ചെയ്യുന്ന, എന്തോരം ശ്രേഷ്ഠമായിട്ടാ കെയർ ചെയ്യുന്നത് അല്ലെ. നമ്മളോട് സാക്ഷ്യം പറയാൻ പറഞ്ഞാല് ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവം നടത്തിയ വഴിയെ കുറിച്ച് എന്തോരം പുകഴ്ത്തി പറയും. ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റുമോ? എനിക്ക് ദൈവം എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്, അസാധ്യം എന്ന് വിചാരിച്ചെടുത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നടത്തിയിട്ടുണ്ട്. ചിന്തിക്കാൻ പറ്റാത്ത പോലെ സിറ്റുവേഷൻ വരുമ്പോ നമ്മളെ എന്തൊരു ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് അല്ലെ. രോഗം വന്ന് ക്ലേശത്തോടെ നടക്കുമ്പോ ഇന്ന് നാളെ എനിക്ക് എണീക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചെടുത്ത് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നു. വേദന കൊണ്ട് നമ്മൾ പൊളഞ്ഞപ്പം അത് ആർക്കും ഈ വേദന മനസ്സിലാവുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഒപ്പം നടന്ന് നമ്മളെ എത്രത്തോളം ബലം നടത്തി ഇവിടെ നിർത്തും. നമുക്ക് പറയാൻ അസംഖ്യം കാര്യങ്ങൾ. ബിക്കോസ് ദൈവം അത്രത്തോളം ശ്രദ്ധയോടെ നമ്മളെ നോക്കുന്നു. ചോദ്യം, ഇപ്പോഴും നമ്മൾ വളരേണ്ടിയ പോലെ വളരുന്നുണ്ടോ? വേണ്ടിയ വളർച്ച നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? നേരത്തെ വായിച്ച പോലെ തന്നെ പറയുന്നു, നിങ്ങളിൽ ഉണ്ട്. ബൈ ദിസ് ടൈം, നിങ്ങളിൽ കെയർ ചെയ്തേക്കുന്ന ഈ സമയം കൊണ്ട് നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകണം. ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സായി മാറണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ശരിയും തെറ്റും പറയാൻ തക്കവണ്ണം വളർന്നിരിക്കണമായിരുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ കുടിക്കുന്നതോ കുഞ്ഞുങ്ങളുടെ പോലെ, ശിശുക്കൾക്ക് കൊടുക്കുന്ന പാൽ പോലത്തെ ലെവലില് തന്നെ നിങ്ങൾ നിൽക്കുക. നമുക്ക് ദൈവം ഓരോ കെയറും, നമുക്ക് ഓരോ കൺസേണും, നമുക്ക് എപ്പോഴും പറയുന്ന തോൺസ് ആൻഡ് തിസിൽസ് വന്നാലും ഞാൻ അതിനെ പറിച്ചു കളയും. ഞാൻ അവിടെ അത്രത്തോളം കെയർ, ഞാൻ അതിനെ നോക്കി പാർക്കുക. കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞാൻ അതിനെ കാക്കുന്നു എന്ന് പറയുന്നു. കനാനിലേക്ക് നടത്തിക്കൊണ്ടുപോയി അല്ലേ. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരുടെ ഉടുപ്പ് മുഷിഞ്ഞു പോയില്ല എന്നൊക്കെ നമ്മൾ വായിക്കും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും രോമാഞ്ചം കൊള്ളും. ഫേവറേറ്റ് പോർഷൻസ് ഒക്കെ, റെഡ് സീ പിളർന്നു പോന്നു, അസാധ്യങ്ങളെ ദൈവം നടത്തുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്തൊരു ഭയങ്കര രോമാഞ്ചം. ബിക്കോസ് നമ്മുടെ ഒക്കെ ലൈഫിൽ എക്സ്പീരിയൻസസ് ഉണ്ട്. ഒരു അവസ്ഥ അല്ലെങ്കിൽ അടുത്ത അവസ്ഥ. ആരുടെ അവസ്ഥ ചെറുതോ വലുതോ അല്ല, ചെറിയ തലവേദനക്ക് തന്നെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പറ്റും. എല്ലാവരുടെ അവസ്ഥയില് ദൈവം നടത്തിയ വഴിയില് നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. വേണ്ടിയ പോലെ നമുക്ക് വേണ്ടിയ വളർച്ച വന്നിട്ടുണ്ടോ? നമുക്കറിയാം, യേശുപ്പച്ചൻ തന്നെ ഒരു പാരബിൾ പറഞ്ഞു അല്ലെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തില് 6 തൊട്ട് 9 പാരബിൾ. വാട്ട് ഈസ് ദ പാരബിൾ? വിധവയുടെ കാര്യമില്ലേ? ഉപമ. ഉപമ. ഏത് ഉപമയായിരുന്നു? മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ. തെറ്റിപ്പോയി. അനീതിയുള്ള ന്യായാധിപൻ. ലൂക്കോസിന്റെ സുവിശേഷം 18 6 തൊട്ട് 9. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവിൻ,
ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ അയ്യോ ഇല്ല ഇല്ല വൃതന്മാർ അതല്ല ഞാൻ തെറ്റിപ്പോയേ, ഞാൻ എഴുതിയത് തെറ്റിപ്പോയി. വെയിറ്റ്, മറ്റേ വൈൻയാർഡ് ഉണ്ടല്ലോ, ഞാൻ വൈൻയാർഡ് നട്ടു. 50. ലൂക്ക് ഞാൻ ജോൺ ദൈവം 10 അല്ലേ? നട്ടു, വൈൻ നട്ടു, ഫിഗ് ട്രീ നട്ടിട്ട് അത് വളരുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ സമയത്ത് വന്ന് കട്ട് ചെയ്യും. ദൈവം പറഞ്ഞു ഇനി ഇതിനെ കട്ട് ചെയ്ത് കളയാം. വിച്ച് വാസ് ദാറ്റ് പോർഷൻ? എന്റെ തെറ്റാണ്, സോറി. ഒരു മിനിറ്റ്. അത്തിവൃക്ഷത്തിന്റെ ആ അതന്നെ. ഒരു വർഷം കൂടി ഇനി അടുത്ത വർഷം നീട്ടി കൊടുക്കാം. ലൂക്കോസ് Yes. 13 മുന്തിരിത്തോട്ടത്തിൽ 6 തുടങ്ങി. അവൻ ഈ ആ, ഉപമയും പറഞ്ഞു. ഒരുത്തന് thank തന്റെ you. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. വെട്ടിക്കളയുന്നു. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരം വെട്ടിക്കളയണം. 9 ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ ആക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തമ്പുരാൻ നമുക്ക് വേണ്ടി അവിടെ അപേക്ഷിച്ച് ഇവരെ വെട്ടിക്കളയാതെ നിർത്തട്ടെ, ഇനിയും കുറച്ചുകൂടി ഞാൻ ഇതിനെ കെയർ ചെയ്താല് ഇവര് തളർച്ച് വളരും. ബിക്കോസ് ദൈവത്തിന്റെ പദ്ധതി നമ്മളെ ഓരോരുത്തരുടെ കുറിച്ച് എന്തുവാ? നമ്മൾ ചുമ്മാ വളർന്നാ പോരാ, ക്ഷീണിച്ച് വളർന്നാ പോരാ, നമ്മളെല്ലാരും ശക്തി പ്രാപിച്ച് നമ്മളെല്ലാരും ബലമുള്ളവരായിട്ട്, ബോഡിയിലേ അല്ല ആത്മീയയില്. ബോഡിയിലായാലും അത്ര നല്ലത്, നമുക്ക് സന്തോഷിച്ചു തുള്ളാം. പക്ഷെ ഞാൻ പറയുന്നത് ലിമിറ്റേഷൻ ഷുഡ് നോട്ട് ബി നമ്മുടെ ബോഡി. എന്തുവാ? നമ്മുടെ ആത്മീയ തലത്തിൽ നമ്മൾ വളർന്ന് പുഷ്ടിയുള്ളവരായിട്ട്, ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ടുള്ളവരായിട്ട് നമ്മൾ നിൽക്കണം. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അപ്പൊ അത്രത്തോളം വളർച്ച നമ്മൾ പ്രാപിക്കണം. അപ്പൊ നമ്മുടെ ഗോൾ ഓഫ് ലൈഫ്, വൺ ഓഫ് ദ മെയിൻ ഗോൾ ഓഫ് ലൈഫ്, നമ്മൾ ഇന്ന് രാത്രി എന്ത് ഡിന്നർ കഴിക്കും, അല്ലെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ എന്ത് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നാളെ നമ്മുടെ ശമ്പളം വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ആർക്കൊക്കെ കൊടുക്കണം, ഇതൊന്നുമല്ല. നമ്മൾ ആത്മീയ തലത്തിൽ നമ്മുടെ വളർച്ച പൂർണ്ണമാക്കാൻ ദൈവത്തിന്റെ കൂടെ പങ്കാളികളായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഗോൾ വിച്ച് ഗോഡ് ഹാസ് ഫോർ അസ്. നമ്മളെയും കൂടി ചേർന്നോണ്ടാ നമ്മൾ ചെയ്യുന്നത്. ഒരു വാക്യമുണ്ട്, വെള്ളം ഒഴിക്കുന്നവനും ഒന്നുമല്ല, നടന്നവനും ആരുമല്ല, പക്ഷെ വളർത്തുന്നത് ആരാ? ആകുന്നവനാ ഏറ്റവും വേർതി. നമ്മള് നടുന്നതും വെള്ളം ഒഴിക്കുന്നതിനെയും കുറിച്ചല്ല, വളർത്തുന്നത് തമ്പുരാൻ തന്നെയാ. നമ്മൾ വളരുന്നോ, നമ്മൾ വളരും, വളർത്തുന്നത് തമ്പുരാൻ തന്നെയാ. പക്ഷെ അതിനകത്ത് വെള്ളം ഒഴിക്കണ്ടേ? ഒഴിക്കണം. ആ റെസ്പോൺസിബിലിറ്റി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിക്കണമെന്ന്. നടണമെന്നും റെസ്പോൺസിബിലിറ്റി ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, ആ ആള് നടണം. അപ്പൊ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതിന്റെ എന്തുവാ? പാർട്ട്ണർഷിപ്പ്. ദൈവം നമ്മുടെ പാർട്ട്ണർഷിപ്പോടാ നമ്മുടെ വളർത്തുന്നത്. അല്ലാതെ നീ ഇങ്ങനെ ഇരുന്നാ മതി, നീ അങ്ങ് വളർന്നോലും അല്ല. ഞാൻ കൊച്ചിനെ നടത്താൻ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ അവളെ പിടിച്ച് നടക്കണം, അല്ലെ? അവളും കൂടെ ശ്രമിക്കണം. അവള് ഇങ്ങനെ മടിച്ചിരിക്കുവാണെങ്കിൽ അവൾക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവളുടെ സൈഡിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ വേണം. ഞാൻ അവളിൽ ചെയ്യുമ്പം അപ്പം നല്ല വണ്ണം അവള് നടക്കും മാത്രമല്ല, അവൾ ഓടും മാത്രമല്ല, അവൾ ചാടും മാത്രമല്ല, അവൾ ചെയ്യാൻ നമ്മൾ ചിന്തിക്കുന്നേക്കായി അപ്പുറം അവൾ പ്രവർത്തിക്കും. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെയും കുറിച്ച് അറിയാം. നമ്മൾ നമ്മുടെ ബലഹീനതയെ കാണും, നമ്മളെ കുറവുകളെ കാണും. അയ്യോ, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിത് കഴിവില്ല എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മളെ കാണുന്ന പുഷ്ടിയുള്ളവരായി ആ മരങ്ങളെ പോലെ. എന്റെ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും ഒരു ആളും ഒരു കഴിവില്ലാത്തവനല്ല. എന്റെ തോട്ടത്തിൽ നിൽക്കുന്ന ആരും ഒരു പ്രയോജനമില്ലാത്തതല്ല. എല്ലാരെയും കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. എല്ലാരെയും ഞാൻ ഭയങ്കര ഭംഗിയായിട്ട് യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ അതിന് ഒരുക്കമുള്ളവരാണോ? നമ്മൾ അതിന് റെഡിയാണോ? ബിക്കോസ് പലപ്പോഴും നമ്മൾ നമ്മുടെ മടി കാരണം, നമ്മൾ നമ്മുടെ ഓരോ ഒഴിവ് കഴിവ് കാരണം നമ്മൾ വളരേണ്ടിയ പോലെ വളരാനുള്ള അവസരങ്ങളെ നിഷേധിച്ചു കളയുന്നു.
ദൈവം വളരാൻ പലരുടെ സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ ഭാഗ്യമുള്ളവരെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എപ്പോഴും വന്ന് പങ്കെടുക്കാനും എല്ലാ വചനങ്ങൾ കേൾക്കാനും വചനം പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം തരുന്ന അവസരം വലുതാ. എന്തിനാ ഞാൻ ഇതിൽ വലുതെന്ന് പറയുന്നത്? ഇതൊന്നും ഇല്ലാത്തൊരു സമയം വരും, അത് ഭയങ്കര സംഘർഷമാണ്. ആ സംഘർഷം ഞാൻ കടന്നു പോവാറുണ്ട്. ബിക്കോസ് എനിക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള സാഹചര്യം ഇല്ല. എന്റെ ഡ്യൂട്ടി വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ പരിപാടി കഴിയും. ഓഫീസിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം നമ്മുടെ മുന്നേ പരീക്ഷകളും നമ്മുടെ മുന്നേ ഭയങ്കര സ്ട്രെസ് ഒക്കെ വരുമ്പം ഈ വചനം കേൾക്കാൻ പറ്റാത്തതിന്റെയും അല്ലെങ്കിൽ ഒരു ബലം കിട്ടാത്തതിന്റെ ക്ഷീണം തട്ടുന്നത് പെട്ടെന്ന്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നല്ലവണ്ണം. അപ്പൊ നിങ്ങൾ ഭാഗ്യാവസ്ഥ ഉള്ളവരാ. ദൈവം ഈ വചനം കേൾക്കാനും പല രീതിയിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കാനും അതിനെ ഒന്ന് പഠിക്കാനും ഒക്കെ ദൈവം കൊടുക്കുന്ന അവസരം മിസ്യൂസ് ചെയ്യരുത്. കിട്ടുന്ന അവസരം അത്രത്തോളം ശ്രേഷ്ഠമായിട്ട് യൂസ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ഗോൾ എന്തുവാ? നമ്മള് മെച്യൂർ ആവണം, നമ്മൾ വളരണം, നമ്മൾ വേണ്ടിയ പോലെ വളരണം, പുഷ്ടിയുള്ളവരായിരിക്കണം. നമുക്ക് വേണ്ടി ജീവയാഗം ചെയ്ത് നമ്മളെ വീണ്ടെടുത്ത് സ്വന്തം തോട്ടത്തിൽ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ പറിച്ചു കളയാൻ ഇടയാവല്ലേ, വെട്ടിക്കളയാൻ ഇടയാവല്ലേ, ദൈവം തന്നെ നാണിച്ചു പോകാൻ ഇടയാവല്ലേ. ജനസിസിൽ എവിടെയോ പറയുന്നുണ്ടല്ലോ, ദുഃഖിച്ചു, മനുഷ്യനെ ഉണ്ടാക്കി ദൈവം ദുഃഖിച്ചെന്ന്. അങ്ങനെ നമ്മളെ പറിച്ച് നട്ടേ ദുഃഖിക്കാൻ ദൈവം ഇടയാവല്ലേ. അപ്പം അത്രത്തോളം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കണം. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം 4 ക്യാരക്ടേഴ്സ് എന്നെ 3 പ്രാർത്ഥനയും ഒരാളുടെ ഡെഡിക്കേഷനും ഞാൻ ചിന്തിക്കാൻ ഇടയായി. ഭയങ്കര എനിക്ക് ആ പ്രാർത്ഥനകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അതിനകത്ത് എഴുതിയേക്കുന്ന ദൈവം ആ പ്രാർത്ഥന കേട്ട് അവർക്ക് മറുപടി കൊടുത്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഒരാളുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മോശെ. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 10:33 തൊട്ട് 36, നമ്പേഴ്സ് 10:33 to 36. വളർച്ച പ്രാപിക്കാൻ നമ്മുടെ ഒഴിവ് കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളെല്ലാം നമ്മൾ പറയുമ്പം ഇവിടെ ഒരു മനുഷ്യൻ ഒരു പ്രാർത്ഥന ശൈലി നമ്മളെ പഠിപ്പിച്ചു തരുക. ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പം ഈ പ്രാർത്ഥന ശൈലി ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാ. ബിക്കോസ് അത് നമ്മളെ വളർത്താൻ ഒത്തിരി ബലപ്പെടുത്തും. ആ പ്രാർത്ഥന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് നമുക്കും നമ്മുടെ ദിനചര്യയിലെ രാവിലെയും വൈകുന്നേരവും ഉള്ള പ്രാർത്ഥനയിൽ ചേർക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. നമ്പേഴ്സ് 10:33 to 36. അനന്തരം അവർ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപെട്ടകം അവർക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയി. പാളയം പുറപ്പെടുമ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ യഹോവയെ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പോയക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറയും. അത് വിശ്രമിക്കുമ്പോൾ അവൻ യഹോവേ, അനേകായിരമായ ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരണമേ എന്ന് പറയും. എന്താ പറയുന്നതെന്ന് പറഞ്ഞാല് ഇവര് യാത്ര ചെയ്യാന്നല്ലോ കനാൻ രാജ്യത്തിലേക്ക്. അപ്പം ഓരോരുത്തർ വന്ന് നിന്നിട്ടാ പോന്നെ. അപ്പൊ ഈ നിൽക്കുന്ന എങ്ങനെയാ? ദൈവത്തിന്റെ പെട്ടകം എവിടെയാണോ ക്ലൗഡ് സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ അവര് ആ പെട്ടകം വെച്ചിട്ട് അവിടെ ആയിരിക്കും അവര് അന്ന് പാർക്കുന്നത്. അന്നാണോ എത്ര ദിവസം ദൈവത്തിന്റെ ക്ലൗഡ് അവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിൽക്കും. പിന്നെ എപ്പോഴാണോ ആ ക്ലൗഡ് മാറുന്നത് അപ്പൊ ഇവര് എണീറ്റ് പോണം. ഓക്കെ, അപ്പൊ സെനായി പർവ്വതത്തിന്റെ അവിടെ താമസിച്ചിട്ട് ഇനി അടുത്ത ലെവലിലോട്ട് പോണം. അപ്പൊ ദൈവത്തിന്റെ ക്ലൗഡ് മൂവ് ചെയ്യുക. അപ്പം മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇനി ഒരു യാത്രയ്ക്ക് തുടങ്ങാൻ പോവാ. മോശനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ മോശയ്ക്ക് വിക്കൊണ്ട് ബലഹീനതയുണ്ട്. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ കുറവുകളും നമുക്ക് ബലഹീനത. മോശയ്ക്ക് വിക്കൊണ്ട് എത്ര വലിയ കൂട്ടത്തെ നടത്തണ്ടിയേ? നമുക്ക് ഫാമിലിയിൽ എത്ര പേരുണ്ട്? ഇപ്പം വന്നു പോയ 3 പേര് അല്ലെങ്കിൽ 4 പേര്, 2 പേര്, ഒരാള്, ഇങ്ങനെയൊക്കെ അല്ലെ? പക്ഷെ മോശയ്ക്ക് എത്ര പേരെയാ? 1 2 നമുക്ക് കൗണ്ട്ലെസ് ഞാൻ പറയുന്നു. അതിനകത്ത് കണക്ക് ദൈവം എഴുതി വെച്ചു. ഇന്ന് നിങ്ങൾ വായിക്കുകയും ചെയ്തു അല്ലെ? ഇത്ര കണക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷെ അത്രയ്ക്ക് ആൾക്കാരെ മാനേജ് ചെയ്തോണ്ട് കൊണ്ടുപോകണം. അപ്പൊ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ നമ്മുടെ മുന്നേ ഇറങ്ങി നീ ശത്രുക്കളെ യുദ്ധം ചെയ്ത് വഴി ഒരുക്കണം. മനസ്സിലായോ? ഇറങ്ങുമ്പം ചെയ്യേണ്ട പ്രാർത്ഥന, ദൈവമേ നീ ഇന്നത്തെ ദിവസം ഞാൻ ഇറങ്ങി തിരിക്കാൻ പോവാ, ദൈവമേ എന്റെ മുന്നേ ഇറങ്ങി നീ എന്റെ മുന്നേ വഴി തെളിച്ച് അതിനുള്ള ശത്രുക്കളെ, ബിക്കോസ് ശത്രുക്കൾ നമ്മളെ വീഴ്ത്താൻ പല കെണികളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, എന്നാലോ നമ്മുടെ തമ്പുരാൻ അത് കാണാം. അപ്പൊ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോ, ദൈവമേ ഇന്ന് ഞാൻ എണീറ്റ് പുറപ്പെടാൻ പോവാ, എന്റെ മുന്നേ നീ നടക്കണമേ, എന്റെ ഫ്രണ്ടിൽ ഇറങ്ങി നീ എല്ലാം ശരിയാക്കണമേ. പിന്നെ വൈകുന്നേരം ഇവര് നിൽക്കുമല്ലോ എവിടെയെങ്കിലും, ആ നിൽക്കുന്ന സമയത്ത് മോശ പിന്നെയും പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ കൂട്ടരുടെ കൂടെ വന്നൊന്ന് വസിക്കണമേ, ഈ എല്ലാവരുടെയും മധ്യം വന്ന് വസിക്കുന്നേ, നീ രാവിലെ മൊത്തം ഞങ്ങളെ നടത്തി, സ്തോത്രം, ഇനി ഈ രാത്രി മൊത്തം ഞങ്ങൾക്ക് കാവലായി ഞങ്ങളുടെ ഒപ്പം ഇരിക്കണമേ. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഉള്ള മോശയുടെ ഒരു പ്രാർത്ഥന, നമ്മളെപ്പോലെ കുറവുള്ളവൻ, നമ്മളെപ്പോലെ ബലഹീനനായിട്ടുള്ള മനുഷ്യൻ, എന്നാലും ദൈവം വളർന്നു വന്നപ്പം ദൈവം ഉപയോഗിച്ച രീതി കണ്ടോ? ആ പ്രാർത്ഥന ശൈലി നമ്മളെ പഠിപ്പിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോവാ, ദൈവമേ എന്റെ കൂടെ വരണം, എന്റെ നാവ് പിഴയാതെ കർത്താവെ അങ്ങ് സൂക്ഷിക്കണം. ബിക്കോസ് ടെംപ്റ്റേഷൻസ് ആർ ഓൺ ദ വേ. സിംഹം പോലെ, അലറുന്ന സിംഹം പോലെ ഡെവിൾ നമ്മുടെ പുറകെ, അതിനകത്ത് നമ്മൾ വീണു പോവാതിരിക്കണം. ബിക്കോസ് നമ്മുടെ ഗോൾ എന്തോ, നമ്മൾ വളരണം. അപ്പൊ നമ്മുടെ ദൈവമാണ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ഫൈറ്റ് ചെയ്യണ്ട. അപ്പൊ പ്രാർത്ഥന, ദൈവമേ എന്റെ കൂടെ നടക്കണമേ, ഞാൻ പിഴവ് വരാതിരിക്കാൻ നീ എന്നെ സൂക്ഷിക്കണം. ഇതേപോലെ ഒരു പ്രാർത്ഥനയാ, മനോഹരമായ പ്രാർത്ഥന. ഫസ്റ്റ് ക്രോണിക്കൽസ് ദിനവൃത്താന്തം 4:9-10. ഫസ്റ്റ് ക്രോണിക്കൽസ് 4. യാബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യാബേസ് എന്ന് പേരിട്ടു. യാബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടിരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഹല്ലേലൂയ. ദൈവം അവന് അപേക്ഷിച്ചത് നൽകി. യാബേസിന്റെ വേദന ഭയങ്കരമായിരുന്നു. ലോൺലിനെസ്, ഒറ്റപ്പെടലും ലോൺലിനെസ്സും. സ്വന്തം അമ്മ പേര് കൊടുത്ത വേദന എന്ന പേര് കൊടുത്തേ. ജീവിതം മൊത്തം വേദന എന്ന പേര് കൊണ്ടാ നടന്നേ. ദൈവത്തോട് ചോദിച്ചപ്പോ എന്റെ പേര് തന്നെ മാറ്റിക്കളയണമെന്നല്ല പ്രാർത്ഥിച്ചേ. എന്റെ ജീവിതത്തിന്റെ വേദന എന്ന പേര് മാറ്റാനല്ല, എന്റെ വളർച്ച. നിന്റെ പേരല്ല നിന്നെ തീരുമാനിക്കുന്നത്, നിന്റെ ഐഡന്റിറ്റി, നിന്റെ ബോഡി അല്ല തീരുമാനിക്കുന്നത്. ജാബേസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അവന്റെ ഐഡന്റിറ്റി, അവന്റെ സാഹചര്യങ്ങളെ മാറ്റണം. എങ്ങനെയാ? ദൈവമേ ബ്ലെസ് മീ ഗോഡ്, ഗിവ് മീ, എന്റെ ടെറിട്ടറി എന്നെ എക്സ്പാൻഡ് ചെയ്യണം, നമ്മളെ ഒന്ന് വളർത്തണം ദൈവമേ. ആ ഒരു വില്ലിങ്നെസ് ടു വളരാൻ, ദൈവമേ എന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, എന്റെ ടെറിട്ടറി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമേ, എന്നെ ഒന്ന് വളർത്തണമേ. നിന്റെ സാന്നിധ്യം എന്റെ കൂടെ എപ്പോഴും വേണം. പാപമാവാതെ, തെറ്റ് ചെയ്തിട്ട് ഞാൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി തെറ്റുകളിൽ നിന്ന് എന്നെ അകറ്റണം. ഈ ഒരു പ്രാർത്ഥന ദൈവം അത് കേട്ട് അതിന്റെ ആ ഉള്ളിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന, അതാ അവിടെ എഴുതിയ. ദൈവം ആ പ്രാർത്ഥന കേട്ട് ഉത്തരവരുളി. ജാബേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജാബേസിന്റെ അപ്പൻ ആരാന്നൊന്നും ആരും എഴുതിയിട്ടില്ല. നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുവാണെങ്കിൽ, ഇന്ന ആളുടെ ഇന്ന പുത്രൻ, ഈ പുത്രന്റെ ഈ പുത്രൻ എന്ന് പറഞ്ഞ് കുറെ പലപ്പോഴും നമുക്ക് ഉറക്കം തൂങ്ങുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ കുറെ ഭയങ്കര ജീനിയോളജിയാ. ഒരാളുടെ പുത്രന്റെ പുത്രൻ അങ്ങനെ പേര് പറയാം. പക്ഷെ ജാബേസിന്റെ മാതാവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അപ്പൻ ആരാന്ന് എഴുതുന്നില്ല. എന്നാ പോലും ഈ ഓരോ വലിയ ആൾക്കാരുടെ പേര് വരുമ്പം ദൈവം ജാബേസിനെ മറക്കാതെ ജൂദ ഗോത്രത്തിന്റെ പേരുകളുടെ ഇടയിൽ തന്നെ ജാബേസിനെ ചേർത്തുകൊണ്ടു. ഹിസ് ഐഡന്റിറ്റി കെയിം ഫ്രം വേർ?
ആരുടെ പുത്രനാ എന്നൊന്നും പറയാനില്ല. വേദനയായ ആ പുത്രൻ ജൂദാഗോത്രത്തിന്റെ അണ്ടർ തന്നെ പേര് പെട്ടു. ദൈവം അത് അവിടെ എഴുതി. വേറെ എത്ര ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ ഒക്കെ അടിയിൽ എഴുതായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച ജൂദാഗോത്രത്തിന്റെ അടിയിൽ തന്നെ, ജൂദാഗോത്രം എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ട, ജൂദാഗോത്രത്തിലാ നമ്മുടെ യേശുപ്പച്ചൻ വരെ വന്നിരിക്കും, ദാവീദും അങ്ങനെ രാജാക്കന്മാര് വന്ന ഗോത്രം അത്. സോ ജാബേസ് ഒരു നിസ്സാരമായ വേദന, ലോൺലിനെസ് ഒക്കെ അനുഭവിച്ച ഒരു മനുഷ്യൻ. എന്ന ഒരു പ്രാർത്ഥന ജീവിതം, ഒരു പ്രാർത്ഥന എന്തുവാ? യു ഷുഡ് ബി വിത്ത് മീ ഓൾവേസ്. നീ എന്റെ കൂട് കാണണം ദൈവമേ, എന്നെ ഒരു വിശാലതയ്ക്ക് നടത്തണം. സാംസിൽ എനിക്ക് ഓർമ്മയില്ല, എന്റെ വിശാലതയിൽ, എന്റെ ബൗണ്ടറി തട്ടിക്കളഞ്ഞ് എന്നെ വിശാലതയിലാക്കുന്ന തമ്പുരാൻ എന്ന് പറഞ്ഞ് സാംസിൽ ഒരു കൊട്ടേഷൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, ദൈവത്തിന് അത് സാധിക്കും. നമ്മൾ വളരുന്നില്ലെന്ന് നമുക്ക് സങ്കടം ഉണ്ടോ, നമുക്ക് പ്രയാസമുണ്ടോ, തമ്പുരാന്റെ അടുത്ത് ഏറ്റു പറയാം, കർത്താവെ ഞങ്ങൾ ചെയ്യേണ്ട പാർട്ടിസിപ്പേഷൻ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷെ ഇനി ആഗ്രഹമുണ്ട്, ചെയ്യണം പപ്പ. ഇത് ചെയ്യുമ്പം കർത്താവെ ദൈവം ആ പ്രാർത്ഥന കേട്ട് നമുക്കും ഉത്തരം തരും. മൂന്നാമത്തെ മനോഹരമായ അവസ്ഥ, എല്ലാരും തള്ളിപ്പറയുന്ന ഒരാള്, ജഡ്ജസിന്റെ മലയാളം എങ്ങനെയാ? ന്യായാധിപന്മാർ. ജഡ്ജസിന്റെ പുസ്തകം 15:15-28 തൊട്ട് 30 വരെ. ഏറ്റവും അറിയപ്പെടുന്ന ഒരാള് 15:28 തൊട്ട് 30 വരെ. എടാ 15-ന് 15-20 വരെ 20 വരെ ഉള്ളടാ. ആണോ? 16 ആയിരിക്കും. 16 ശിംശോന്റെ ആയിരിക്കും അല്ലേ? ശിംശോൻ. അവൻ അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി, ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യ എന്ന് പറഞ്ഞാല്, അവൻ മരണസമയത്ത് കൊന്നത് അവന്റെ ജീവിതകാലം ചെയ്തതിനേക്കാൾ കൂടുതലായിരുന്നു. ശിംശോന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ദൈവം ഗിഫ്റ്റഡ് പേഴ്സൺ ആണ്, ദൈവം കൃപ കൊടുത്ത മനുഷ്യൻ. എന്നാലോ സ്വന്തം തെറ്റുകൾ കാരണം, സ്വന്തം അവസ്ഥകൾ കാരണം ഒക്കെ അത് എന്താ പറഞ്ഞ തെറിച്ച് കളഞ്ഞ ഒരു മനുഷ്യൻ. ആ അവസ്ഥയില് ഇപ്പൊ നിൽക്കുന്നത് ഫിലിസ്തീയരുടെ നടുവില് നിന്ദിക്കപ്പെട്ട് ദൈവത്തിനെ കുറ്റം മീൻസ് അവർ കളിയാക്കിക്കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയില് നാണിച്ച് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും എല്ലാം കേട്ട് പഴികള് കേട്ട് ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയില് മനസ്സ് നൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, പപ്പ എനിക്ക് ഒരു വട്ടം കൂടെ, ഞാൻ എല്ലാം നഷ്ടമാക്കിയവൻ, ഞാൻ എല്ലാം നഷ്ടമാക്കി കളഞ്ഞവൻ, പക്ഷെ എനിക്ക് ഒരു വട്ടം കൂടെ അങ്ങ് ശക്തി തരണം. അന്ന് ഗ്യാദർ അയക്കുന്ന അവന്റെ ആയുസ്സിൽ കൊന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട്. എന്തിനാ അവിടെ കൂടിയേക്കുന്നത്? പരിഹസിക്കാൻ, നിന്ദിക്കാൻ. ഞാൻ ഇവിടെ നമ്മൾ മനുഷ്യരെ അല്ല നോക്കേണ്ടിയേ, ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കേണ്ടിയ നിങ്ങളുടെ ശരിക്കുള്ള ശത്രുക്കളെയാണ്. നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ശൈത്താനിക ശക്തികളും പിശാചുകളെയും ഞാൻ അവരെ നോക്കിയാ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ തന്നെ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും. ചില ടെംപ്റ്റേഷൻസിൽ വീണ് നമ്മൾ പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞ് നമ്മളെ കണ്ടോ നീ തെറ്റി, ഇനി നിന്നെ കൊണ്ട് പോയി, ഇനി നിന്നെ കൊണ്ട് യൂസ് ഇല്ല എന്ന് നമ്മുടെ മനസ്സിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തമ്പുരാന്റെ മുന്നിൽ നമ്മുടെ കണ്ണുനീരെത്തുക, പപ്പ എനിക്ക് ഒരു വട്ടം കൂടി ശക്തി തന്നാൽ. നമ്മുടെ പ്രായം എത്രയായിരിക്കും? ചിലർക്ക് ചിലപ്പം 25, ചിലർക്ക് 30, 40, 45, 50. നമുക്ക് ആയുസ് ഇനി എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഇന്നിങ് നമ്മുടെ കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മളിപ്പം കരഞ്ഞ് ദൈവത്തോട് പറയവാ, എനിക്ക് ഒരു ചാൻസും കൂടെ, ഒരു കൃപയും കൂടെ കർത്താവെ ഒരു വട്ടം കൂടെ തരുവാണെങ്കിൽ
ഷിംഷോൻ ആ പില്ലർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് പ്രസ് ചെയ്യാനേ ട്രൈ ചെയ്തോളൂ. ആ ട്രയൽ നടത്തിയാല് ദൈവം നിന്റെ കൂടെ വ്യാപരിക്കുന്ന കൃപയിൽ അവിടെ പറയുന്ന ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വന്നു. ആ പില്ലർ അമക്കിയപ്പോഴത്തേക്ക് എല്ലാരും മരിച്ച് അതിനകത്ത് പറയുന്ന ഏറ്റവും മനോഹരമായിട്ട് അവൻ അവന്റെ ആയുസ്സിൽ ചെയ്യാത്തതിനേക്കായി അങ്ങേപ്പുറത്ത് ചെയ്തു. നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തേലും ചിലപ്പോ ഒന്നും ഇല്ലായിരിക്കും, നഷ്ടപ്പെടുത്തി കാണും. കിട്ടിയ അവസരങ്ങളെല്ലാം പോയെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കണ്ണുനീരോട് ദൈവമേ എനിക്ക് ഒരു അവസരം കൂടി, അവസരം ഉണ്ട്. ബിക്കോസ് എന്താ, ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ വെട്ടിക്കളഞ്ഞേനെ. വെട്ടിക്കളയാതെ നിൽക്കുന്ന കാരണം ഇന്നും ഒരു ചാൻസ് ഉണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച അങ്ങോട്ടുള്ള ജീവിതം പോയത് പോയി, പക്ഷെ അങ്ങോട്ടുള്ള ജീവിതം ഒരു ജയാളിയുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും. ഇന്ന് കണ്ട ശത്രുവിനെ നീ കാണാത്തക്കവണ്ണം നീ അതിനെ ജയിച്ച് നാളെ നിൽക്കാൻ തക്കവണ്ണം ദൈവം നിന്നെ ബലപ്പെടുത്തും. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലിയിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ദൈവമേ, വളരേണ്ടിയ പോലും ഞാൻ വളർന്നിട്ടില്ല, ഇപ്പോഴും ഞങ്ങളിൽ പാപ സ്വഭാവങ്ങളുണ്ട് പപ്പ, എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് എനിക്ക് വളരണം പപ്പ, ഇനി എനിക്ക് വളരണം. അങ്ങാകുന്ന പോലെ, അങ്ങ് ആഗ്രഹിച്ച ആ സ്വപ്നം പോലെ. എന്തോ കർത്താവിന്റെ സ്വപ്നം നമ്മളെ കുറിച്ച്? നമ്മൾ ആരെ പോലായിത്തീരണം? നമ്മളെ ക്രിസ്തുവോളം വളർന്ന് ക്രിസ്തുവിന്റെ തലയോളം എഫേസ്യരുടെ പുസ്തകം 4:12 തൊട്ട് 15 വായിക്കാം. അത് 11 തൊട്ട് തുടങ്ങുന്നു. അതും തെറ്റിയോ? 12 അല്ല, അത് ഒരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിലത്തെ വാക്യം മലയാളത്തിൽ അങ്ങനെയാ സ്റ്റാർട്ടിങ്. അപ്പം തൊട്ട് മുമ്പ് തൊട്ട് വായിച്ചോ? എവിടുന്നാ സ്റ്റാർട്ട് ആവുന്ന അവിടുന്ന് വായിച്ചോ. ഇംഗ്ലീഷിൽ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനുമാകുന്നു. 11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കും ആകുന്നു. എത്ര വരെയാ? അത്രയും മതി. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ വായിക്കാമേ. അതിനകത്ത് എഴുതിയേക്കുന്നേ ഇംഗ്ലീഷിൽ 7th പറയുന്നത്, ഈച്ച് വൺ ഓഫ് us has received a special gift in the portion of what Christ has given. നമ്മള് ചിലർക്കല്ല ഗിഫ്റ്റ് കിട്ടിയേക്കുന്നേ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും ദൈവം ഓരോ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ഓരോ ഗിഫ്റ്റ് താലന്തുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ദൈവം പറയുന്ന എന്തിനാ ഇത്? വേഴ്സ് 12 he did this. Why did he do this? അതിനകത്ത് പിന്നെ പറയുന്നുണ്ട്, ഇപ്പൊ മലയാളത്തിൽ വായിച്ചു, ചിലരെ അപ്പോസ്തലന്മാരാക്കി ചിലരെ പ്രോഫിറ്റ്സ് ആക്കി. ഈ ചിലർക്ക് പറയുമ്പോ ഒരു കൂട്ടരല്ല, ഇപ്പൊ ഈ ഫുൾ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഗിഫ്റ്റ്സ് ഉണ്ട്. പക്ഷെ ചിലപ്പോ ചില ലാലമ്മ അമ്മയ്ക്ക് ഒരു രീതിയിൽ അപ്പോസ്തലൻ ആക്കി, ഷേർലി മാത്യുവിനെ ടീച്ചറാക്കി, അങ്ങനെ പല കാറ്റഗറിയിലായിരിക്കും കൊടുത്തേക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്, ആർക്കും ഗിഫ്റ്റ് ഇല്ലാത്തവരല്ല. ഓക്കെ, എല്ലാവർക്കും. അപ്പൊ എന്തിനാ കൊടുത്തേ? വേഴ്സ് 12 he did this to prepare all God's people for the work of Christian service. ഇതെല്ലാം വെച്ചിട്ട് പുകഴ്ത്തി എനിക്ക് ഈ കൃപ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കാനല്ല,
ഇത് വെച്ച് ഇത് പ്രയോജനപ്പെടുത്തി വീട്ടിലുള്ളവർക്കും ചുറ്റിനുള്ളവർക്കും ക്രിസ്തുവെ വളർത്തി വലുതാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആ തന്നേക്കുന്ന ഗിഫ്റ്റ് വെച്ചിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ ബോഡിയുടെ ലെവലില് അവരെ വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ പ്രവർത്തിക്കണം. He did this to prepare all God people for the work of Christian life in order to build up the body of Christ. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത്, instead by speaking തെറ്റുകൾ പറയാതെ ഇങ്ങനെ നിങ്ങൾ വളർന്നുകൊണ്ട് വന്നാല് നിങ്ങൾ ഡിസീറ്റിൽ വീഴത്തില്ല, മറ്റുള്ളവരുടെ തെറ്റായ വാക്കുകളിൽ നിങ്ങൾ വീഴത്തില്ല. ബിക്കോസ് യു നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അങ്ങനെ വളർന്നു വരുമ്പം യു ആർ അണ്ടർ ക്രൈസ്റ്റ് കൺട്രോൾ. Under his control, all different parts of the body fit together, and the whole body is held together by every joint with which it is provided. So when each separate part works as it should, the whole body grows. നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പം അവരവർക്ക് തന്ന താലന്തുകൾ മറ്റുള്ളവരുടെ സഹായത്തിനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പം ആരാ വളരുന്നേ? ക്രിസ്തു എന്ന ശരീരം വളരുന്നിടത്തോളം നിങ്ങളും വളരും. അപ്പൊ അങ്ങനെ വന്ന് അതിനകത്ത് പറയുന്നത്, and so we shall come together that oneness of faith in our knowledge of Son of God, we shall become mature people reaching to the very height of Christ. നമ്മൾ എല്ലാരും ക്രിസ്തു പോലെ ആയി തീരണം. ആ രീതിയിലുള്ള വളർച്ച പ്രാപിപ്പാനാ ദൈവം നമ്മളെ ഇത്രത്തോളം കെയർ ചെയ്ത്, ഇത്രത്തോളം സ്നേഹിച്ച്, ഇത്രത്തോളം കൺമണി പോലെ കാത്ത് നമ്മളെ നടത്തുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥന, ദൈവമേ എന്നെ ഒന്ന് വളർത്തണമേ, ദൈവമേ എന്നിൽ വളരാനുള്ള എന്തുവാണോ ഞാനായിട്ട് എന്നിലുള്ള കുറവൊന്ന് മാറ്റി കർത്താവെ എനിക്ക് പ്രവർത്തിക്കാനുള്ള കൃപ തരണമേ. പൗലോസ് അപ്പോസ്തലന് ശൂലം ഉണ്ടായിരുന്നു അല്ലേ? പുള്ളിക്കാരൻ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഒരു രോഗാവസ്ഥ വന്നാല് എത്രത്തോളം എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പറ്റാറില്ലായിരുന്നു. ഭയങ്കര സംഘർഷ അവസ്ഥയാ. കഴിക്കുന്ന മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഡിപ്രഷനും ഒക്കെ വരുമ്പം നമ്മുടെ മാനസികാവസ്ഥ ഇസ് നോട്ട് ഇൻ എ ഗുഡ് വേ. ഇങ്ങനെയൊക്കെയുള്ള ശൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് പറയാൻ നീ വളരെ. ഹൗ ക്യാൻ വി വളരും? ഓൾറെഡി പ്രയാസം, സംഘർഷം ഒക്കെ ഉള്ളപ്പം നമ്മളോട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളോട് വളരാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വളരാൻ സാധിക്കും? നമ്മുടെ മൈൻഡ് തന്നെ നമ്മുടെ കൺട്രോളിലല്ല. പൗലോസ് അപ്പോസ്തലൻ, എനിക്ക് ഈ വാക്യം ഞാൻ എപ്പോഴൊക്കെ ദൈവത്തോട് ദൈവമേ എനിക്കൊരു മോചനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ദൈവം എനിക്ക് അന്ന് കേൾക്കുന്ന വചനത്തിൽ തരുന്ന വാക്യമായത്. പൗലോസ് അപ്പോസ്തലനോട് 3 ശൂലം ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ 3 വട്ടം പ്രാർത്ഥിച്ചു, അപ്പാ ഈ ശൂലം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ഒരു വട്ടം പ്രാർത്ഥിച്ചു, മാറിയില്ല, പറ്റുന്നില്ല. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, രക്ഷ. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, ഇല്ല, രക്ഷയില്ല. അപ്പം ദൈവം പക്ഷെ ഉത്തരം കൊടുത്തു. എന്തോ കൊടുത്തേ? നമുക്ക് എല്ലാവർക്കും അത് ബൈഹാർട്ടാ. എന്തോ ദൈവം ഉത്തരം കൊടുത്തേ? എന്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയില് തികഞ്ഞു വരും. ഞാൻ കേൾക്കുമ്പോ എല്ലാം ഈ വചനം കേൾക്കും. പിന്നെ എനിക്കങ്ങ് ദേഷ്യം വരുമായിരുന്നു. ബിക്കോസ് എനിക്ക് വേദന സഹിക്കാൻ വയ്യുന്നില്ല, എനിക്ക് എന്റെ മാനസികാവസ്ഥ ശരിയാവുന്നില്ല എന്നൊക്കെ ഞാൻ പറയുമ്പം ഞാനപ്പൊ എന്താ ചെയ്യും? ദൈവമേ ഇതിൽ നിന്ന് എനിക്ക് മോചനം തന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാന് ഈ വചനമുള്ള, ഈ വേർഡ്സ് ഉള്ള മെസ്സേജ് ഇല്ലാത്ത നമുക്ക് യൂട്യൂബിൽ എടുക്കാമല്ലോ, ആ യൂട്യൂബിലെ ആ മെസ്സേജ് എടുക്കും. ബിക്കോസ് ഈ വചനം എന്തായാലും അതിനകത്ത് വരത്തില്ല. ദൈവമേ ഇതിന് എനിക്ക് ഉത്തരം തരണം. യു വോണ്ട് ബിലീവ്. ഒരു ബന്ധം ഇല്ലാത്ത മെസ്സേജ് ആയിരിക്കും, പക്ഷെ അതിനകത്ത് ഈ വാക്യം ദൈവം പറയും. ആ ബ്രദർ എന്തെങ്കിലും കണക്ടിവിറ്റി കൊണ്ടുവന്ന് ഈ വചനം അങ്ങ് പറയും. എന്തുവാ? എന്റെ കൃപ നിനക്ക് മതി. അത് പറയുമ്പോഴേ എനിക്കറിയാം അത് എന്നോട് പറയുവാകുന്നത്. ബിക്കോസ് എല്ലാ പ്രാവശ്യവും ഞാൻ സങ്കടം രേഖപ്പെടുത്തിയപ്പം എന്നോട് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയില് അത് തികഞ്ഞു വരും. അത് തികഞ്ഞു വന്നിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ചിലപ്പോ ഒക്കെ അതിവേദന സഹിക്കാൻ വരുമ്പം
നമുക്ക് ആ സമയത്ത് തോന്നി ഇതൊന്ന് മാറിപ്പോയാൽ എത്ര സന്തോഷം. പക്ഷേ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി, നമ്മൾ കഴിക്കുന്ന മെഡിസിന്, എത്ര പേർക്ക് കഴിക്കുന്ന മെഡിസിൻ ഒക്കെ വെച്ചിട്ട് ഓർമ്മശക്തിയിൽ പ്രശ്നമുണ്ട്? എനിക്കുണ്ട്. ഒരു ദിവസം ഓഫീസിലെ പെറ്റി ക്യാഷ് ഒക്കെ നമ്മൾ നോക്കുക. അപ്പൊ അതിനകത്ത് ഒരു വലിയ എമൗണ്ട് ഒരാൾക്ക് കൊടുക്കേണ്ട ശമ്പളം പെറ്റി ക്യാഷ് ത്രൂ കൊടുക്കേണ്ടി വന്നു. ആള് പുതിയതായിട്ട് വന്ന കാരണം ഒരു വലിയ എമൗണ്ട് ആയിരുന്നു. ആ എമൗണ്ട് ഞാൻ അതിനകത്ത് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ എമൗണ്ട് നമ്മൾ ബാലൻസ് ബോക്സിൽ നോക്കുമ്പോൾ അത്രയും ക്യാഷ് കാണണം. പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങ് പോയി. ഈ കാശ് നോക്കുമ്പം അത്രയും കാശ് കുറവാ. എൻ്റെ മനസ്സിൽ ഒരു രീതിയിലും ഇല്ല ദാറ്റ് ആ വാല്യൂ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടെന്ന്. ഞാൻ സങ്കടപ്പെട്ടു. ഇതുവരെ ഞാൻ വിശ്വസ്തയോടെ ജോലി ചെയ്തു. കർത്താവെ, ഒരു പൈസ പോലും, ഒരു പെന്ന് പോലും ഓഫീസിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ദൈവമേ ഞാൻ എടുക്കത്തില്ല. ആ ടൈപ്പ് വിശ്വസ്തയോടെ നിന്ന ഞാൻ, കർത്താവെ, ഈ വലിയ പൈസ ഇനി ഞാൻ തിരിച്ചടക്കണം പോലും എനിക്ക് പറ്റും. ഞാൻ എങ്ങനെ ചെയ്യും? എവിടെ പോയി പൈസ? എനിക്ക് മനസ്സിൽ ഒരു രീതിയിലും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. You won't believe how good grade is God is. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. ഞാൻ മെട്രോയിൽ അവിടുന്ന് ഇങ്ങേറ്റം വരെ വന്നപ്പം, സ്റ്റേഡിയം ആവാറായപ്പം എന്റെ മനസ്സിൽ കാണിച്ചു ഇന്നാരുടെ ശമ്പളം. ഞാൻ ഇന്നാരുടെ ശമ്പളം അന്ന് കൊടുത്തതാ എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് തള്ളി കളഞ്ഞു. നീ തള്ളി കളഞ്ഞാലും ദൈവം നിന്നെ എന്റെ സങ്കടത്തോളം. പിന്നെയും അടുത്ത ദിവസം അക്കൗണ്ട്സിലെ ലേഡിക്ക് നമ്മൾ 20-ആം തീയതി ഒക്കെ കൊടുത്താൽ മതി ആ ഷീറ്റ്. അപ്പം പുള്ളിക്കാരിയാണെങ്കിൽ 10-ആം തീയതി 10 ആയിട്ടില്ല സമയം കൊടുക്കാനുള്ള. ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ബിന്ദു, ഇന്നാരുടെ എനിക്ക് ലിസ്റ്റ് പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, സിമി ഇപ്പം എങ്ങനെയാ? ഇല്ല ബിന്ദു, ദൈവം എന്നോട് തലേന്ന് പറഞ്ഞു ഇന്നാരുടെ ശമ്പളം. ഞാൻ അത് നോക്കാൻ പോയില്ല, ബിക്കോസ് അവിടെ തെറ്റ് പറ്റിയിട്ടില്ല എനിക്ക് എന്റെ മനസ്സിൽ. സിമി പിന്നെ എടുത്തു പറഞ്ഞു ഇന്നാരുടെ ശമ്പളം ബിന്ദു എനിക്ക് റെസിപ്റ്റ് എടുത്തതാ. അപ്പൊ റെസിപ്റ്റ് കൊടുക്കാറായപ്പോ ഞാൻ പിന്നെ എല്ലാം പിന്നെ ഒന്നുകൂടെ ക്രോസ് വരിക. കൊടുക്കുന്നതിന്റെ മുമ്പേ നമ്മൾ ഉറപ്പ് വരുത്തുന്നുള്ളൂ തെറ്റൊന്നും ഉണ്ടാവല്ലെന്ന്. ഞാനത് ഒന്നുകൂടി നോക്കിയപ്പം ആ എക്സ്ട്രാ ക്യാഷ് അവിടെ ഞാൻ തെറ്റായിട്ട് എറേസാക്കാൻ മറന്നുപോയായിരുന്നു. എന്റെ ഓർമ്മ പിഴവ്, ഞാൻ കഴിക്കുന്ന മരുന്നിന്റെ ആയിരിക്കും, എന്റെ സാഹചര്യങ്ങളുടെ ആയിരിക്കും, വോട്ടെവർ. ആ ഓർമ്മ പെശകുണ്ടായപ്പം നിന്റെ ബലഹീനതയില് ശക്തിയായിട്ട് നീ കരഞ്ഞപ്പം ദൈവത്തിന്റെ ഉത്തരം അവിടെ വന്നു. എന്തുവാ? ഞാൻ സ്റ്റേഡിയത്തിൽ എന്റെ മനസ്സിൽ വന്നു ഇന്ന ആളുടെ ശമ്പളം, ഞാൻ അത് തെല്ലിക്കളഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ ഈ ഒരു പ്രയോജന അക്കൗണ്ട്സിലെ ആൾ എന്നെ വിളിച്ച് ഇന്ന ആളുടെ തന്നെ നോക്കാൻ പിന്നെയും പറയുന്നു പറഞ്ഞ്, എനിക്കറിയത്തില്ല നിങ്ങൾ എങ്ങനെ എടുക്കുന്നു, എനിക്കത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പുള്ളിക്കാരി അത് കണ്ടു, പിന്നെ പുള്ളിക്കാരിക്ക് വേണ്ട. പുള്ളിക്കാരി അത് ചോദിച്ചത് ദൈവം പുള്ളിക്കാരിയും കൊണ്ട് ചോദിപ്പിച്ചത്. ബിക്കോസ് അങ്ങനെയെങ്കിലും ഇവള് ഈ മന്ദബുദ്ധി അങ്ങനെയെങ്കിലും നോക്കും. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ മച്ച് ഗോഡ് കെയർസ് ഫോർ യു. നിനക്ക് ബലഹീനതയുണ്ടോ, ശാരീരിക പ്രശ്നങ്ങളുണ്ടോ? എനിക്കറിയാം, ഇറ്റ് ഈസ് വെരി ടഫ്, വെരി വെരി ടഫ്. പക്ഷേ ദൈവം എനിക്ക് തരുന്ന വാക്ക് നിങ്ങൾക്കും തരുന്നു. നിങ്ങളുടെ ബലഹീനതയിൽ അവന്റെ ശക്തി കൂടി വ്യാപരിക്കും. നമ്മളെ വളർത്തി നടക്കേണ്ട പോലെ നടത്തും. നമ്മുടെ ഇന്റൻഷൻ എന്തായിരിക്കണം? ഒരു ഡിറ്റർമിനേഷൻ വേണം. ഞാൻ കൂടുതൽ സമയം എടുക്കരുത്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ദാനിയേലിന്റെ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. ആദ്യത്തെ ഭാഗത്തിൽ ദാനിയേൽ, പിന്നെ ബാക്കി നാല് പേരെ നബൂഖദ്നേസർ രാജാവ് കയറി എല്ലാരെയും പിടിച്ചോണ്ട് പോകുന്നല്ലോ. ഈ 4 പേരെ കൊണ്ടുപോകുന്നു അല്ലെ? കൊണ്ടുപോയിട്ട് അവരുടെ രാജ്യത്തിൽ ട്രെയിനിങ്ങിന് വേണ്ടി കയറ്റുന്നു. ഇവരുടെ പേര് മാറ്റി. അവിടെ പേരുകൾ നമ്മൾ ഈ ശദ്രക് മേശക് അബേദ്നെഗോ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ പേര് അതല്ല, അത് ബബിലോണിന്റെ ദൈവങ്ങളുടെ പേര് അവർക്ക് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോഴും ആ പേരും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ ജസ്റ്റ് ഇമാജിൻ, ഒരു പേര് ഒരാളുടെ ഐഡന്റിറ്റി ആണെങ്കിൽ അത് അവരോട് തട്ടിപ്പറിച്ചു. അവർക്ക് ഇനിയും പോയി അവരുടെ ജെറുസലേമിൽ നിന്ന പോലത്തെ ആലയങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല.
അവർക്ക് ആലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവർക്ക് അവരുടേതായ ഒന്നുമില്ല. അവരുടെ ആൾക്കാരെ കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അങ്ങനെ ഒന്നും സാഹചര്യം എല്ലാം മാറ്റി. അപ്പൊ ദാനിയേൽ അവിടെ ഇവരുടെ ഫുഡും കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ദാനിയേൽ പറയുന്നു, എനിക്ക് ആ ഫുഡ് വേണ്ട, എനിക്ക് ഫുഡ് തരണ്ട, ആ ഫുഡ് തരണ്ട, ഞങ്ങൾ ഞങ്ങളുടെ വെജിറ്റബിൾ ഫുഡ് കഴിച്ചോളാം, വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചോളാം. അപ്പൊ അവിടുത്തെ ജയിലറിന് ദൈവം അവരുടെ മനസ്സലിവ് കൊടുത്തിട്ട് ഇവനോട് പറഞ്ഞു, ഞങ്ങളുടെ പണി പോവും, നിങ്ങൾ ക്ഷീണിച്ച് നിന്നാൽ ഞങ്ങളുടെ പണി പോവും. അപ്പം പറഞ്ഞു 10 ദിവസം ട്രൈ ചെയ്യാം. 10 ദിവസം, 10ാമത്തെ ദിവസം ഞങ്ങൾ ക്ഷീണിച്ച് നിൽക്കുവാണെങ്കിൽ പിന്നെ പറയുന്ന പോലെ. ആ ഡിറ്റർമിനേഷൻ അവിടെ പറയുന്ന വാക്യം എഴുതിയേക്കുന്ന ഡാനിയൽ വാസ് ഡിറ്റർമൈൻഡ്, ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കത്തില്ലെന്ന്. ആ ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. എന്താ നമ്മുടെ ഡിറ്റർമിനേഷൻ? ലൈഫിൽ എന്തൊക്കെ നടന്നാലും, ലൈഫിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വളരണം. എന്തിനാ ഞാൻ വളരേണ്ടിയത്? എൻ്റെ പപ്പ ആഗ്രഹിക്കുന്ന സർവീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വളരണം. മതിയാക്കാൻ ഇനി നമുക്ക് കുശുമ്പ്, മതിയാക്കാൻ നമുക്ക് പെറുപെറുപ്പ്, മതിയാക്കാൻ നമുക്ക് നമ്മുടെ ദുഷ്ടചിന്തകളും, ഇന്നാർ എന്നോട് ഇത് ചെയ്തു, അന്നാർ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് മതിയാക്കാം. നമുക്ക് സ്നേഹിക്കാം. എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. പറ്റുന്നില്ല പപ്പ, എന്നെ ഒന്ന് സഹായിക്കണം. ജാബേസ് പറഞ്ഞ പോലെ എന്റെ ടെറിട്ടറി ഒന്ന് വലുതാക്കണം പപ്പ. മോശ പ്രാർത്ഥിച്ച പോലെ കർത്താവ് ഇന്ന് എന്റെ മുന്നേ നടക്കണം, എന്റെ കൂടെ എന്റെ സാന്നിധ്യം വേണം. ഷിംഷോൻ പറഞ്ഞ പോലെ കർത്താവ് എല്ലാം ഞാൻ തെറ്റിപ്പോയി, പക്ഷെ എനിക്ക് ഒരു വട്ടം കൂടെ അങ്ങയുടെ കൃപ എനിക്ക് തരണം. ദാനിയേൽ പറഞ്ഞ പോലെ ബി ഡിറ്റർമൈൻഡ്. ദൈവത്തിന്റെ ശക്തി പൗലോസിനോട് പറഞ്ഞ പോലെ കൃപ ഞാൻ നിനക്ക് തരും. അത് ബലഹീനതയാണോ, നിന്റെ ഏത് കുറവാണോ അതിനകത്ത് തികച്ച് വന്ന് നിന്നെ ശക്തീകരിച്ച് നിങ്ങളെ പാർപ്പിക്കും. ബിക്കോസ് ദൈവത്തിന്റെ ആലയത്തിൽ നട്ട വൃക്ഷത്തിനെ കുറിച്ച് ദൈവത്തിന് അത്രത്തോളം കൺസേണും കെയറും സ്നേഹവും ഉണ്ട്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ആ പദ്ധതി ഉണ്ട്. നമ്മളെല്ലാവർക്കും ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളരാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നടത്തിയ വഴികൾക്കും കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾപ്പിച്ച വചനത്തിനും സ്തോത്രം പറയുന്നു പപ്പ. കർത്താവേ ഏറ്റു പറയുന്നു പപ്പ, ആകണ്ടിയ പോലായിട്ടില്ല, എന്നാലോ അപ്പാ ഞങ്ങൾ ഇന്ന് പറയുന്നു കർത്താവേ, ആകണ്ടിയ പോലാകാൻ ഒന്ന് കർത്താവെ അങ്ങേ നോക്കാൻ, അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒന്നോട് കർത്താവെ ഒന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി പപ്പ. മുന്നോട്ട് നോക്കുമ്പം പപ്പ അങ്ങയുടെ കൂടെ അങ്ങയുടെ കരം പിടിച്ച് നടക്കുന്നവരായിട്ട് കർത്താവെ ബലം പ്രാപിച്ച പോലെ, കർത്താവെ സങ്കീർത്തനത്തിൽ വായിച്ച പോലെ പുഷ്ടിയുള്ളവരായിട്ട്, കർത്താവെ ഇല വാടാത്തവരായിട്ട്, കർത്താവെ ഫലം കായ്ച്ചോണ്ട് കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ വചനത്തിൽ നിന്ന് കിട്ടുന്ന ശക്തി മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് കർത്താവെ തന്നേക്കുന്ന താലന്റ് ഏറ്റവും മനോഹരമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവെ ഹല്ലേലൂയ ആരോടും കുറ്റവും കുറവുകളും പറയാതെ കർത്താവെ ആരുടെയും കർത്താവെ തെറ്റുകളെ നോക്കാതെ കർത്താവെ ഞങ്ങളെ ഒന്ന് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ വളരാനൊന്ന് സഹായിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ശിംശോനോട് കരുണ കാണിച്ച പോലെ കർത്താവെ അവന്റെ ആയുസ്സിൽ കർത്താവ് എന്തൊക്കെ ചെയ്തു പോയിട്ടെങ്കിലും അവസാനം അവന് കർത്താവെ അവന്റെ ആയുസ്സിൽ ചെയ്തതിനേക്കായി കൂടുതൽ ചെയ്ത പോലെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഇതുവരെ ഞങ്ങൾ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ അങ്ങോട്ട് കർത്താവെ ഈ ശ്വാസമടയുന്ന പോലെ മുമ്പ് കർത്താവെ അങ്ങയുടെ തീരത്തിൽ എത്തുന്നതിന്റെ മുമ്പ് കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിന്ന് കർത്താവെ മടങ്ങിപ്പോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് ഇടക്കല്ലേ, ഒരു ശുദ്ധിയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോട് കേൾക്കണമേ. ആമേൻ. God bless you all. ദൈവം അനുഗ്രഹിക്കട്ടെ.